നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജൂലൈ മാസം 14-ാം തീയതി 1201 ആണ്ട് മിഥുന മാസം 30-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രമാവിട്ട് പുണർദം നക്ഷത്രമാണ്. തിഥിയാവിട്ട് അമാവാസിയാണ്. അപ്പോൾ ചൊവ്വാഴ്ച, അമാവാസി എല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ്. നെഗറ്റീവിൻ്റെ മാക്സിമം ഉള്ള ദിവസമാണെന്ന്. പുണർദ നക്ഷത്രം നല്ല നക്ഷത്രമാണ് എങ്കിൽ പോലും വളരെ മോശപ്രദമായ ദിവസമാണ്. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ്. പലതരത്തിലുള്ള തടസ്സഭാവങ്ങളെ കൊടുക്കുന്ന ദിവസമാണ്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ഒരു ശുഭകാര്യങ്ങളും ആകിലും ഇന്ന് ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. ഇപ്പം നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഇന്നൊന്നും ചെയ്യരുത് എന്ന് പറയണതല്ല, ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഒന്ന് അമാവാസി, കറുത്തവാവ്, മറ്റൊന്ന് ചൊവ്വ ആഴ്ച. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ഓരോന്ന് ചെയ്യേണ്ടത്. കാരണം ശത്രുതയും പ്രശ്നങ്ങളും വഴക്കും അസ്വസ്ഥതയും സാമ്പത്തിക നഷ്ടവും അപകടങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥിച്ച് സൂക്ഷിച്ചു പോയാൽ ഒന്നും വരാതെ പോകും. അതുപോലെ തന്നെ ഇവിടെ മിഥുന മാസത്തിലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇന്ന് പുണർദ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് വളരെ മോശപ്രദമായ സമയമാണ്. ഒരു വർഷവും സൂക്ഷിക്കണം. അമാവാസിയും കൂടി വന്നിരിക്കുകയാണ്, കർത്തവാവും കൂടിയാണ്. അപ്പോൾ പലതരത്തിൽ ഇരുട്ട് വ്യാപിക്കും. ഇരുട്ടെന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം, സങ്കടം, വിഷമം, രോഗം, ദുരിതം, കേസ്, വഴക്ക്, ആക്സിഡൻറ്റ്, സർജറി ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. അതുകൊണ്ട് നിസാര ഭാവത്തിൽ കാണരുത് പുണർദ നക്ഷത്രം. ഈ മാസത്തിൽ ജനിച്ച പുണർദ നക്ഷത്രം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊന്നും വരാതിരിക്കാൻ വേണ്ടി ചൊവ്വയെ പ്രീതിപ്പെടുത്തണം. മുരുക ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. ഇഷ്ടദേവതാ പ്രീതി വരുത്തണം. അതുപോലെ തന്നെ അമാവാസിക്ക് വന്നിരിക്കുന്നതിൻ്റെ പേരിൽ പൗർണമി വ്രതം നോക്കണം. വെളുത്ത വാവ് ഈ ഒരു വർഷക്കാലവും പൗർണമി ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി ദേവീക്ഷേത്രത്തിൽ അർച്ചനയ്ക്ക് കൊടുക്കണം. അപകടങ്ങളോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഒരു സുബ്രഹ്മണ്യ യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ ധരിക്കണം. അപ്പോൾ ഇന്ന് നല്ല ദിവസമല്ല, വളരെ ചീത്ത ദിവസമാണ്. അതുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ഇറങ്ങണം. വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങേണ്ടത്. ഓരോ കാര്യങ്ങളിൽ സൂക്ഷിച്ചായിരിക്കണം ഇടപെടേണ്ടത്. കാരണം രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലം പറഞ്ഞത് ഉച്ചയ്ക്ക് ശേഷമാണ്. 3 മണി മുതൽ 4:30 മണി വരെ രാഹുകാലം ഒന്ന് വച്ചിട്ടുണ്ടെങ്കിലും 3:38 രാഹുകാലം തുടങ്ങുകയുള്ളൂ. 5:12 വരെ രാഹുകാല സമയമുണ്ട്. ഇപ്പോൾ 3 തൊട്ട് 4:30 മണി വരെ അല്ല, 3:38 തുടങ്ങുകയുള്ളൂ. 5:12 വരെ രാഹുകാല സമയമുണ്ട്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന സമയം 12:30 തൊട്ട് 2:04 വരെയും, യമകണ്ഠകാല സമയം 9:22 തൊട്ട് 10:56 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അതേപോലെ തന്നെ ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ ഈ സമയം തിരഞ്ഞെടുക്കരുത്. ഇന്ന് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 12:06 തൊട്ട് 12:54 വരെ 48 നേരമാണ്. ഇതിൽ 4 മിനിറ്റ് ഒഴിച്ച് ബാക്കി സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം.
ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. റെഡ് കളറോ റെഡ് മിക്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും നമുക്ക് ചുവന്ന വസ്ത്രം ധരിക്കുക. ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് വസ്ത്രം. കാരണം ചൊവ്വയുടെ നെഗറ്റീവ് മാറ്റി പോസിറ്റീവിനെ പ്രദാനം ചെയ്ത് തരാൻ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം സൂക്ഷിക്കണം. കർത്തവാവും എല്ലാം കൂടി വന്നിരിക്കുന്ന ദിവസമാണ്. വളരെ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനാനിരതരായി ഇഷ്ടദേവതാ പ്രീതി വരുത്തി പോകണം. എല്ലാവർക്കും ദൈവാനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.